ഡോ നിനക്കെപ്പ നോക്കിയാലും ഫോണ് ബെഡ് ഫോണ് ബെഡ് ഫോണ് ബെഡ് തന്നെയാണോടാ? അച്ഛൻ എപ്പോഴും ടി വി തീറ്റ ടി വി തീറ്റ ടി വി തീറ്റ ആണല്ല. എനിക്ക് നിന്നെ പോലെ നാളെ എക്സാം ഒന്നുമില്ലല്ലോ. നീ നല്ല മാർക്ക് വാങ്ങിയിട്ട് ഇവിടെ കേറിയാ മതി. ഞാൻ പഠിക്കാം, അച്ഛൻ പോ. ഞാൻ കുറച്ച് കഴിഞ്ഞ് വരുമ്പോൾ നീ ഒരു ചാപ്റ്റർ ഫുള്ള് പഠിച്ചിരിക്കണം. ഒരു ചാപ്റ്ററൊക്കെ എങ്ങനെ പഠിക്കാനാ? ഒരു വരി തന്നെ പഠിക്കുന്നത് ഒരു മാസം എടുത്താണ്, അപ്പോഴാണ് ഒരു ചാപ്റ്റർ. അതെന്തോന്നൊരു സൗണ്ട് കേട്ടെ? എടാ, അപ്പുറത്ത് തേങ്ങ എങ്ങനെ വീണിട്ടുണ്ടെന്ന് തോന്നുന്നു. നീ ഒന്ന് പോയി എടുത്തിട്ട് വന്നേ, അല്ലെങ്കിൽ വേറെ ആരെയും കൊണ്ടുപോ. ആ, എടുത്തിട്ട് വരാം. ഇനി ഇതിനും കൂടി അടിയുണ്ടാക്കാൻ എനിക്ക് വയ്യ. ഇതെന്ത് സാധനം? സംഭവം കൊള്ളാല്ല. ഇതെന്ത്? എറ്റിസ് ഓപ്പോ. ഓപ്പോ കമ്പനിയുടെ പുതിയ ഫോണാണെന്ന് തോന്നുന്നു. ഈ സ്വിച്ച് എന്തിനായിരിക്കും? അതെവിടെ പോയി? ഇതെന്ത് മറിമായും? ലോലു മോനെ ഒന്നിങ്ങോട്ട് വന്നേ. എന്താ അപ്പൂപ്പ പറ. ഞാനാണെങ്കിൽ കുറച്ച് ബിസിയാണ്. നിനക്ക് പട്ടിയുടെ കടി കിട്ടിയിട്ടുണ്ടോ? ഇല്ല. എന്നാ ഞാൻ എന്റെ പട്ടിയെ തുറന്നു വിടട്ടാ. 2 കടിയൊക്കെ നീ അങ്ങ് വാങ്ങ്. വട്ടായ. നേരത്തെ എന്താ സംഭവിച്ച്? ആ സ്വിച്ച് ഞെക്കിയപ്പോൾ അത് കാണാനില്ല. അതെനിക്ക് തോന്നിയതായിരിക്കുമോ? ഏത് നേരവും പഠിത്തം തന്നെ. നിന്റെ ഫോൺ എവിടെ? എടുത്ത് ഗെയിം കളിക്ക്. ആ അച്ഛാ, ഗെയിം കളിക്കാം. ഗെയിം കളിക്കാനാ? എന്താടാ ആദ്യമായിട്ട് കേൾക്കണ പോലെ? എന്താ അവിടെ ഒരു ബഹളം? ലോലു, നീ കുറച്ചു നേരം പഠിച്ചാ മതി. ബാക്കിയുള്ള സമയം നീ ഫോൺ എടുത്ത് കളിക്ക്. അമ്മ പറഞ്ഞു കേട്ടല്ലോ. ഇത് എനിക്ക് വട്ടായതാണ്, ഇവർക്ക് വട്ടായതാണ്. സംതിങ് ഫിഷി. ഇവിടെ നിന്ന് നൈസിൽ എസ്കേപ്പ് ആവുന്നതാ നല്ലത്. എന്താടാ പരിപാടി? ഒന്നുമില്ല സാറേ, ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാ. ഇത് ഞാൻ കേസാക്കും. അതെന്തിനു സാർ? നിനക്കറിഞ്ഞൂടെ ബൈക്കില് മിനിമം 5 ആളെങ്കിലും വേണമെന്ന്? പിന്നെ ഒരു കാര്യം, നീ നിരോധിച്ച സാധനം എന്തിനാണ് ഇട്ട? അതേത് സാധനം? ഹെൽമെറ്റ്. ദൈവം, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് എനിക്കൊരു പിടിയുമില്ല. ആ ഒരു എറ്റിസ് ഓപ്പോ എന്ന് പറയുന്ന സ്വിച്ച് ഞെക്കിയതുകൊണ്ടാണ് ഇങ്ങനെ കായത്. ഇതൊക്കെ എവിടെ നിന്ന് വന്ന സാധനമാണോ എന്തോ? ദൈവമേ, ഇതൊന്ന് മാറ്റിത്തരണേ. എടാ മോനെ, എന്താ അടുത്തത്? ക്ഷേത്രത്തിൽ കേറുമ്പോൾ ചെരുപ്പിട്ട് കേറണം എന്ന് നിനക്കറിഞ്ഞൂടെ? സബാഷ്. ഇനി ഞാൻ എന്ത് ചെയ്യും? ഇതിനൊരു സൊല്യൂഷൻ ഇല്ലേ?